വി എസ് ജനമനസ്സുകളിൽ അദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ട്. സാധാരണ നേതാക്കന്മാരെ കുറിച്ച് നമ്മൾ പറയുന്നത് അവരുടെ ഒരു പ്രൊപ്പഗണ്ട വാല്യൂ വെച്ചിട്ട് വരുമെന്നാണ്. ഇതങ്ങനെയല്ല വി എസ്. അന്ന് ചേഗുവേര പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആദ്യം നോക്കേണ്ട മനുഷ്യൻ്റെ ആരോഗ്യമാണ്. സമുദായാടിസ്ഥാനത്തിൽ മനുഷ്യനെ എങ്ങനെ തമ്മിൽ ഭിന്നിപ്പിച്ച് അതിൽ കൂടി വോട്ട് തട്ടാമെന്ന അവരെ നോട്ടം. ആ നോട്ടമാണ് BJP. വി എസിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ, വി എസിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ, അവരാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം. സഖാവേ നമസ്കാരം. നമസ്കാരം. നമ്മുടെ വി എസിന്റെ മരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത്, അതിനു മുമ്പായിരുന്നു ഞാൻ സഖാവിനെ കാണാൻ വരാനായിട്ടിരുന്നത്. വി എസിനെ പറ്റിയിട്ടുള്ള ഒരു ഓർമ്മകൾ പങ്കുവെക്കാമോ? പണ്ട് ഉമ്മൻചാണ്ടി മരിക്കുന്ന സമയത്ത് സഖാവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കളങ്കമില്ലാത്ത നേതാവെന്ന്, കലർപ്പില്ലാത്ത നേതാവ്. അതേപോലെ വി എസുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളൊന്നും. വി എസ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകളിൽ അറിയാതെ കയറി നിൽക്കുന്ന ഒരു നേതാവാണ്. സാധാരണ നേതാക്കന്മാരെ കുറിച്ച് നമ്മൾ പറയുന്നത് അവരുടെ ഒരു പ്രൊപ്പഗണ്ട വാല്യൂ വെച്ചിട്ട് വരുമെന്നാണ്. ഇതങ്ങനെയല്ല വി എസ്. വി എസ് ജനമനസ്സുകളിൽ അദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ട്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. ചെറുപ്പകാലങ്ങളിൽ അദ്ദേഹം അനുഭവിച്ച യാതനയാണ് അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റാക്കിയത്. ആ യാതനയുടെ പാരമ്യത്തിൽ ആ ബാലമനസ്സിന് തോന്നുന്നത്, ഈ യാതന പരിഹരിക്കാൻ എന്താ വഴി? ആ വഴി നമുക്ക് ഇതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരായിട്ട് സമരം ചെയ്യണം, പോരാടണം. ആ പോരാട്ടമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തേക്ക് അദ്ദേഹം വരുന്നത്. ഒരു തൊഴിലാളിയായി ജീവിച്ചതിന് അനുഭവ പാഠം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. പലരും ആ അനുഭവ പാഠം കുറേ കഴിയുമ്പോൾ മറക്കും. അദ്ദേഹം മറന്നിട്ടില്ല. കേരളത്തിൽ വി എസ് കേരളത്തിലെ മുഖ്യമന്ത്രിയാണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാനം. ആ സ്ഥാനത്ത് പോലും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു ഒരുപാട് തവണ, MLA ആയിരുന്നു. ഏത് സ്ഥാനം വഹിക്കുമ്പം ആ സ്ഥാനത്തോട് നീതി പുലർത്തുകയും ആ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യം ചെയ്യുകയും ചെയ്യുക. ജനങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൂട്ടത്തിൽ തന്നെ പാവപ്പെട്ട മനുഷ്യനാ മുൻഗണന. അവൻ്റെ കാര്യത്തിൽ വി എസ് എപ്പോഴും ജാഗ്രതയോടെ മുമ്പിൽ നിൽക്കും. അതിൻ്റെ ഫലമാണ് നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയൊരു സംഭവമാണല്ലോ നമ്മുടെ ഇടുക്കിയിലെ വനഭൂമി കയ്യേറ്റവും അവിടെ റിസോർട്ട് സ്ഥാപിച്ചതും. അതിന് നടത്തിയ ഓപ്പറേഷൻ രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ ശ്രദ്ധിച്ചതാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള മലയാളികൾ അവരെല്ലാവരും ഇത് കണ്ടിട്ട് ഇങ്ങനെയും നടക്കുമോ എന്ന് ചോദിച്ചു. കാരണം കോടാനുകോടി രൂപ കയ്യിലുള്ള വലിയ മുതലാളിമാർ അവരാണ് കൊണ്ടുപോയി റിസോർട്ട് കെട്ടിയിരിക്കുന്നത്. ഇവിടുത്തെ നിയമങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല. അവൻ്റെ പണത്തിന് മുമ്പിൽ നിയമങ്ങളെല്ലാം പോയി അവിടെ നമസ്കാരം പറഞ്ഞു നിൽക്കും. അങ്ങനൊരു നാട്ടിലാണ് വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇദ്ദേഹം നടത്തിയിരിക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, കൊണ്ടുപോയി ബുൾഡോസർ കൊണ്ടുപോയി പൊളിച്ച് വീഴുമ്പം അത് കണ്ട ആളുകളെല്ലാം പറയുന്ന ആ ചോണയുള്ളൊരാൾ വന്നല്ലോ എന്ന്. അത് നമ്മുടെ കേരളത്തിലെ ജനമനസ്സുകളുടെ ഏറ്റവും കൂടുതൽ സ്വാധീനം സൃഷ്ടിച്ചൊരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വി എസിൻ്റെ കാര്യങ്ങൾ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും നീതിക്കുള്ള പോരാട്ടത്തിനുള്ള വഴികളാണ് മനസ്സിൽ എപ്പോഴും ഉണ്ടായത്. അങ്ങനെ നീതിക്കുള്ള പോരാട്ടത്തിൽ അദ്ദേഹം മുന്നോട്ട് വരുമ്പോൾ എനിക്കുള്ള ഭാഗ്യമെന്ന് പറയുന്നത്, ഞാൻ കണ്ണൂർക്കാരനാണ്. ഞാൻ വി എസിൻ്റെ ബാല്യകാലത്തൊന്നും എനിക്ക് ബന്ധപ്പെടാനുള്ള ഇല്ല. കാരണം ഞാനിവിടെ വന്നതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹവും ഞാനും തമ്മിൽ ഏറ്റവും അടുത്ത് ഇടപഴകിയതാണ്. ആ ഇടപഴകലൊരു കാര്യം മനസ്സിലായി, സഖാക്കളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് സഖാക്കളോടുള്ള സമീപനം എങ്ങനെയാണ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. അത് ഓരോ സഖാവിനെയും അദ്ദേഹം പ്രത്യേകം പഠിക്കും. ഞാനൊരു 10-25 വർഷക്കാലം ഇടതുപക്ഷ മുന്നണിയിലുണ്ടായിരുന്നു. മുന്നണി മീറ്റിങ്ങിൽ മിക്കവാറും തീരുമാനിക്കുന്ന അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം
ലീഡറാണ്, കേരളത്തിലെ ലീഡറാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ ലീഡറാണ്. അങ്ങനെ ക്രൈസിസ് ഉള്ള ഒരുപാട് കേസുകളിൽ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു വലിയ നേതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അദ്ദേഹം പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തായിരുന്നു. 1964 നമ്മളെ പാർട്ടി ഭിന്നിച്ചത്. ഭിന്നിച്ചപ്പോൾ അദ്ദേഹം ഭിന്നിച്ച വിഭാഗത്തിൻ്റെ കൂടെ അദ്ദേഹം നിന്നു, CPIMൻ്റെ കൂടെ. ഞാൻ CPIക്കാരനാണ്. എൻ്റെ മനസ്സിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 64 പാർട്ടി ഭിന്നിക്കുന്നത്. 64 ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നത്. 64 ജനുവരി മാസത്തിൽ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നു. ആ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എനിക്ക് 18 വയസ്സില്ല. 18 വയസ്സ് തികയാത്ത എന്നെ ബാലസംഘത്തിൻ്റെ സെക്രട്ടറി ആയതുകൊണ്ട് പാർട്ടി മെമ്പറാക്കുക. 64 ജനുവരിയിൽ മെമ്പർഷിപ്പ് എടുത്ത് ഏപ്രിൽ മാസത്തിൽ പാർട്ടി ഭിന്നിക്കുക. അങ്ങനെ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പാർട്ടിയിലെത്തുന്നത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ VS അന്ന് ഇറങ്ങിപ്പോയി ഒരു പാർട്ടി ഉണ്ടാക്കിയ വിഭാഗത്തിൻ്റെ ആളാണ്. പക്ഷെ 2 പാർട്ടികളാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ് 2 പാർട്ടികളും മുന്നിൽ വെക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയമായി പറഞ്ഞാൽ കേരളത്തിലാണെങ്കിൽ 2 മുന്നണികളാണ്. ആ 2 മുന്നണിയിൽ ഒന്ന് ഇടതുപക്ഷം, ഒന്ന് വലതുപക്ഷവും. BJP ഇപ്പം ഇങ്ങനെ മുന്നണി എന്ന് പറയുന്നുണ്ട്. അതിനുള്ള കപ്പാസിറ്റി ഒന്നും ഇപ്പോൾ അവരുടെ കയ്യിലില്ല. അവരതിനുള്ള വളഞ്ഞ വഴികൾ പലതും ശ്രമിച്ചുകൊണ്ടിരിക്കുക. വളഞ്ഞ വഴികളിൽ കൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ ഒരു നോട്ടം. അതിനവർ ഒരു വലിയ വിഭാഗത്തെ നോക്കിയത് സമുദായാടിസ്ഥാനത്തിൽ മനുഷ്യനെ എങ്ങനെ തമ്മിൽ ഭിന്നിപ്പിച്ച് അതിൽ കൂടി വോട്ട് തട്ടാമെന്ന അവരുടെ നോട്ടം. ആ നോട്ടമാണ് BJP. കാരണം BJPയുടെ ഉള്ളിലുള്ളെന്താ RSSആണ്. RSS എന്ന് പറഞ്ഞാൽ എന്താ? ഹിന്ദുത്വമാണ്. ഹിന്ദു എന്നല്ല, ഹിന്ദുത്വം. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു വർഗീയതയാണ്. RSSഉം ജമാഅത്ത് ഇസ്ലാമിയും രണ്ടും ഒരേ രീതിയിൽ പോകുന്ന 2 സംഘടനകളാണ്. ഒന്ന് ഇസ്ലാം രാജ്യം, ഒന്ന് ഹിന്ദു രാജ്യം. ഹിന്ദു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കില്ലെന്ന് നമ്മുടെ നാട്ടിലെ ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം. കാരണം ഈ നാട് അങ്ങനെ വലിയ പാരമ്പര്യമുള്ള നാടല്ലേ. ബ്രിട്ടീഷുകാരെതിരായി പോരാടിയ പോരാട്ടം, ആ പോരാട്ടത്തിൽ കൂടെ നമ്മുടെ രാജ്യം സഹിച്ചിരുന്ന ഏറ്റവും വലിയ ദുരിതങ്ങൾ, വേദനകൾ, കട്ടപ്പാടുകൾ, അങ്ങനെ വന്നൊരു നാടായി ഈ നാട്. കേരളത്തിലാണെങ്കിൽ ഇവിടെ രാജവാഴ്ചക്കെതിരായ സമരം, ആ സമരത്തിലെ പ്രധാനപ്പെട്ട ഭാഗം പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ VS ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ പാർട്ടി ലീഡർഷിപ്പിലായിരുന്നു. പക്ഷേ സമരത്തിൻ്റെ ആ സമയത്ത് VSനെ അവിടെ പാർട്ടി നിശ്ചയിച്ചു കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ. അതുകൊണ്ട് ഈ സമരത്തിൻ്റെ വേദിയിൽ അദ്ദേഹം ഉണ്ടായില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ നാട് അങ്ങനെ ഒരുങ്ങി വന്നൊരു കാലമാണ്. എന്തിനാണ് ഒരുങ്ങുന്നത്? നമുക്ക് ജീവിക്കാൻ, മാനമായി ജീവിക്കാൻ. അപ്പോൾ ഇന്നത്തെ കാലത്തെക്കുറിച്ച് നമുക്കാർക്കും പരിചയമില്ലാത്തൊരു കാര്യമാണ്. വഴി നടക്കാൻ കഴിയില്ല, ദൈവത്തെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനും കഴിയില്ല. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥിക്കുക, ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. പിന്നോക്ക ജാതിക്കാർക്ക് വഴി നടക്കാൻ കഴിയില്ല. അന്ന് നമുക്കിപ്പോൾ അറിയാം, ചേർത്തലയ്ക്ക് അടുത്തൊരു സ്ഥലത്തുണ്ട് ചാന്നാറിന് മാത്രം ഒരു റോഡ്. അങ്ങനെയൊക്കെയുള്ളൊരു അനാചാരങ്ങൾ ഉള്ളപ്പോഴാണ് വിവേകാനന്ദൻ പറഞ്ഞത് ഭ്രാന്താലയെന്ന്. ആ ഭ്രാന്താലയത്തെ മാറ്റി ഇന്നത്തെ രീതിയിലാക്കുന്നതിന് വേണ്ടി പോരാടിയ പോരാട്ടത്തിലെ പടയാളികൾ നമ്മൾ നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ VSനൊരു സ്ഥാനമുണ്ട്. ആ പടയാളിയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നമ്മളെ കൂടെ ഒന്ന് വിട്ടുപിരിഞ്ഞത്. ഈ വിട്ടുപിരിഞ്ഞതിന് ശേഷം നിങ്ങൾക്കറിയാം, VSൻ്റെ നിര്യാണത്തിന് ശേഷം ഉണ്ടായിരുന്ന ഈ VSൻ്റെ ഓരോ സ്ഥലത്തും VSനെ കാണാൻ കൂടിയിരിക്കുന്ന ആളുകൾ. അദ്ദേഹം സാധാരണ ആളുകൾ മരിച്ച പഴയൊരു കഥയുണ്ടായിരുന്നു. കലക്ടറുടെ ഭാര്യ മരിച്ചു എന്ന് വിവരം കേട്ടിട്ട് ആളുകൾ മുഴുവൻ വീട്ടിലേക്ക്, ആ നാട് മുഴുവൻ ആ വീട്ടിലേക്ക്, റോഡ് മുഴുവൻ ബ്ലോക്ക്. അപ്പോൾ പോയയാൾ അതുപോലെ തിരിച്ചു വരുന്നു ചോദിച്ചാൽ എന്താ ഇങ്ങനെ പെട്ടെന്ന് പോകുന്നത്? അല്ല, മരിച്ചത് ഭാര്യ അല്ല, കലക്ടറാണ് എന്ന് പറഞ്ഞാൽ കലക്ടർ മുമ്പിൽ ഭാര്യ മരിച്ചാൽ ചെന്ന് കാണിച്ചാൽ നാളെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമല്ലോ. ഇതൊന്നുമല്ലല്ലോ. VSനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ, VSനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ, അവരാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം. ആ പാവപ്പെട്ട മനുഷ്യൻ്റെ എല്ലാം മനസ്സിൽ VS ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതിനോട് സാമ്യമുള്ള ഒരു സംഭവമേ ഉള്ളൂ. ആ സംഭവം ഇവിടെയല്ല, ആ സംഭവം ക്യൂബയിലാണ്. ക്യൂബ എന്ന രാജ്യം വിപ്ലവത്തിൽ കൂടി വിമോചനം നേടിയ രാജ്യമാണ്. 18 പടയാളികൾ, ഒളിപ്പോരാളികൾ അവരെ നയിച്ചുകൊണ്ട് ആ കാസ്ട്രോ സമരം നടത്തിയത്.
ആ സമരം നടത്താൻ ബൊളീവിയൻ കാടുകളിലെത്തിയപ്പം ആ കാടുകളിൽ കാസ്ട്രോയ്ക്ക് ഒരു സന്ദേശം കിട്ടി. ആ സന്ദേശം കൊടുത്ത് ചെഗുവേരയായിരുന്നു. ചെഗുവേര വിപ്ലവകാരിയായ ചെഗുവേര. അദ്ദേഹം പറഞ്ഞു, കാസ്ട്രോ, നിങ്ങളും നിങ്ങളുടെ സഖാക്കളും നടത്തുന്ന സമരം വിജയിക്കും. പക്ഷെ വിജയിക്കുമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ജനങ്ങൾ നിങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് സമരം നയിക്കണം. അതിന് നിങ്ങൾ 18 പേര് പോരാടുന്നു. ആ പോരാടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ജനങ്ങളെ ഓരോ നിമിഷവും നിങ്ങൾ അറിയിക്കണം. അങ്ങനെ അറിയിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പോരാട്ടത്തിൽ ഇവിടുത്തെ പട്ടാളക്കാർ മരിച്ചു വീഴും. പട്ടാളക്കാർ മരിച്ചു വീണാൽ നാട്ടിൽ ഭരണാധികാരികൾ പ്രചരിപ്പിക്കുക ഈ മരിച്ചു വീണ പട്ടാളക്കാരെക്കുറിച്ചുള്ള ദയനീയ അവസ്ഥയാണ്. അത് നമുക്ക് വിപ്ലവ പ്രസ്ഥാനത്ത് തിരിച്ചടിയായിരിക്കും, ജനങ്ങളെതിരാവും. അതുകൊണ്ട് നിങ്ങൾ നാട്ടിലതിന് നിങ്ങൾക്ക് ഒരു സമാന്തരമായൊരു യൂണിറ്റ് ഉണ്ടാക്കണം. കാസ്ട്രോ പറഞ്ഞു. അന്ന് അദ്ദേഹം എനിക്ക് തന്ന സന്ദേശം, ആ സന്ദേശമാണ് എന്നെ നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക്. അങ്ങനെ വിപ്ലവം നടത്തി 1959 വിപ്ലവം ജയിച്ചു. കാസ്ട്രോ ഭരണാധികാരിയായി. 60 അവർ കമ്മ്യൂണിസ്റ്റുകാരാകുന്നത്, ക്യൂബ. ഈ 59 ഭരണാധികാരിയായതിനു ശേഷം ക്യൂബൻ ജനങ്ങൾ ഇദ്ദേഹത്തെ ഒരു ദൈവത്തെ പോലെ ആരാധിക്കുകയായിരുന്നു. അത്ര വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ് കാസ്ട്രോ. കാസ്ട്രോ ആദ്യം ഭരണാധികാരത്തിൽ ചെയ്തത് മനുഷ്യൻ്റെ ആരോഗ്യ കാര്യങ്ങൾ നോക്കുകയായിരുന്നു. കാരണം അന്ന് ചെഗുവേര പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആദ്യം നോക്കേണ്ട മനുഷ്യൻ്റെ ആരോഗ്യമാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ക്യൂബൻ യൂണിവേഴ്സിറ്റിയാണല്ലോ. ആ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്ന ആളുകളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ജീവകാരുണ്യ പ്രവർത്തനത്തിന് കാര്യമാണ് മുൻപന്തിയിലുള്ളത്. കോവിഡ് വന്നപ്പോൾ അവരായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ക്യൂബ. ആ ക്യൂബ 49 വർഷക്കാലം ഭരിച്ചു കാസ്ട്രോ. ഒരു ഭരണാധികാരി അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്കറിയാം നാട്ടിലുള്ള പൊതുധാരണ എന്താ? അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ എന്തെങ്കിലും ബെസ്സുകളുണ്ടെങ്കിൽ ഒരുപാട് എതിരാളികളുണ്ടാവും ഒരാൾ അധികാരത്തിൽ വന്നാൽ. എന്നാൽ കാസ്ട്രോ 49 വർഷം രാജ്യം ഭരിച്ചിട്ടും എതിരാളികളില്ലായിരുന്നതിൻ്റെ സൂചനയാണ് അതിനുശേഷം അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം എല്ലാ കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്നു. നാട്ടിൽ എവിടെ ഒരു മീറ്റിംഗ് നടക്കുന്ന അവിടെ ഉണ്ടാവും, എവിടെ ഒരു ഫുട്ബോൾ കളി നടക്കുന്ന അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി CH മേനോനെ പോലെ മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തൃശ്ശൂരിൽ കളി കാണാൻ അദ്ദേഹം ഗ്രൗണ്ടിലുണ്ടാവും, പ്രസംഗം കേൾക്കാൻ ഗ്രൗണ്ടിലുണ്ടാവും. അതുപോലെ കാസ്ട്രോ അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ കാസ്ട്രോ ജനങ്ങൾ എപ്പോഴും കാണുന്ന 49 വർഷക്കാലം ഭരിച്ച ഭരണാധികാരിയാണ്. നാട്ടുകാരുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഭരണാധികാരി. ആ ഭരണാധികാരി ഒരു ദിവസം ഇദ്ദേഹത്തെ കാണുന്നില്ല. അപ്പോൾ ജനങ്ങൾ മുഴുവൻ ചോദിച്ചു, കാസ്ട്രോ എവിടെ? അപ്പോൾ ആശങ്കയായി, എവിടെയാവുള്ളൊരു പിടിയുമില്ല. അവസാനം വിവരം കിട്ടി അദ്ദേഹം അസുഖമായിട്ട് ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ ജനങ്ങൾക്ക് കയറാൻ കഴിയില്ല. അവിടെ ജനങ്ങൾ ആശുപത്രി വളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ കാസ്ട്രോയെ കാണണം എന്ന് പറഞ്ഞാൽ 49 വർഷക്കാലം നാട് ഭരിച്ച് ദീർഘമായി പോരാടിയ പോരാട്ടത്തിലൂടെ നാടിനെ മോചിപ്പിച്ച് ജനങ്ങളെ സേവിച്ചൊരു ഭരണാധികാരി അത് കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് 4 വർഷമായിട്ടും അദ്ദേഹത്തോടുള്ള ജനപ്രിയം മാറിയിട്ടില്ല എന്നാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. അതൊരു ജനങ്ങളെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവിടുത്തെ ഭരണാധികാരികൾ ഇദ്ദേഹത്തെ ആശുപത്രിക്ക് മുകളിൽ ഒരു സ്റ്റേജ് ഉണ്ടാക്കി ആ സ്റ്റേജ് വിളിച്ച് പ്രസംഗിച്ചു. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, എൻ്റെ ചികിത്സയിലാണ്, ചികിത്സ കഴിഞ്ഞ് നേരിൽ കാണാമെന്ന്. അതുപോലൊരു പ്രതീതിയാണ് ഇദ്ദേഹം അവസാനമായി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുപോകുമ്പം ജനങ്ങൾ കാണിച്ച ഏറ്റവും വലിയ സ്നേഹം. ഇത് തമ്മിൽ താരതമ്യപ്പെടുത്താൻ എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വിപ്ലവകാരി എന്ന് പറഞ്ഞാൽ വിപ്ലവകാരി എന്തിനാണ് ജീവിക്കുന്നത്? നാടിൻ്റെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി. ആ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള വിപ്ലവകാരി അദ്ദേഹത്തിന് വേണ്ടി ഒരിക്കലും പ്രവർത്തിക്കുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ഇപ്പം കേരളത്തിൽ തന്നെ എത്ര കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പം വെടികൊണ്ട് മരിച്ചിട്ടുണ്ട്. പൊന്നപ്രവലാറിൽ മരിച്ച ആളുകൾ എത്രയാണെന്നുള്ള ഇതുവരെ കണക്കില്ല. അവർ ചരിത്രകാരന്മാർ പറയുന്നത് ഏതാണ്ട് ഒരു 800-ലധികം ആളുകൾ മരിച്ചെന്നാണ്. 800-ലധികം ആളുകൾ. ആ 800-ലധികം ആളുകളെന്ന് പറഞ്ഞാൽ അതിനും തിട്ടമായിട്ട് പറയാൻ കഴിയില്ല. അവസാനമായി അനഘാശയൻ എന്ന് പറയുന്നൊരു 14 വയസ്സുള്ളൊരു കൊച്ചു പയ്യൻ, അവനെ പട്ടാളക്കാർ വളഞ്ഞിട്ട് വെടിവെച്ച് കൊന്ന് അതിനുശേഷം ആ പുരുഷന്മാരെല്ലാം ഇല്ലാന്ന് തീരുമാനിച്ചത്. അത്ര വലിയൊരു വിപ്ലവം നടത്തി. ആ വിപ്ലവത്തിൻ്റെ ഗുണമെന്താ? അന്ന് എടുത്ത സമരം കൊണ്ടാണ് ഈ കൊച്ചി നാട്ടുരാജ്യം എന്ന് പറയുന്നത്
സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച നാട്ടുരാജ്യത്തിന് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പം ആ രാജ്യത്തിന് ഇന്ത്യയുടെ ഭാഗമായി മാറാൻ കഴിഞ്ഞത്. കാരണം CP ഇവിടുന്ന് ഒളിച്ചോടിപ്പോയല്ലോ. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ സമരം എന്ന് പറയുന്നത് നാട്ടിൻ്റെ മോചനത്തിന് വേണ്ടി മാത്രമല്ല, ജനങ്ങളുടെ നല്ല ജീവിതത്തിനും വേണ്ടിയാണ്.